ഒന്നും സംഭവിക്കില്ല. പോയി ഒളിച്ചോ. 1 2 3 4 5 6 7 8 9 10. മോളെ, നമ്മൾ ഇനി എന്ത് ചെയ്യും? ചേട്ടൻ വരട്ടെ, നമുക്ക് കണ്ടുപിടിക്കാം. ചേച്ചിമാരെ, ഞാനിവിടെ ഒളിക്കാൻ പോവാണേ. മോളെ, ഇവിടെ വേണ്ട, അകത്ത് പോയി ഒളിക്കേ. ആ അച്ഛൻ ഒളിച്ചിരിക്കുവാണോ? ഒളിച്ചോ, ഞാൻ ആരോടും പറയില്ല. ഹായ്, നല്ല ഫോട്ടോ. അച്ഛച്ച, ഞാൻ ഈ ഫോട്ടോ എടുക്കുവാണേ. അച്ഛൻ ഒളിച്ചിരുന്നോ, ഞാൻ ആരോടും പറയില്ല. ബൈ. മമ്മി, എന്റെ ഫോൺ തന്നെ. അരവിന്ദ്, ആന്റി, ഒരു ഇമ്പോർട്ടന്റ് കോൾ ചെയ്തിട്ട് വരാം. പോയിട്ടോ. ഹലോ മാഡം, ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലേ? യെസ് മാഡം, എല്ലാം ഓക്കെയാണ്. വെരി ഗുഡ്. ഇനി നിനക്ക് അടുത്ത ടാർഗറ്റ് തരാം. അതിനെന്താ മാഡം, അതിനല്ലേ ഞാനിവിടെ ഉള്ളത്. ഇതുവരെ ചെയ്തതുപോലെയല്ല, കുറച്ച് റിസ്ക്. റിസ്ക് എടുക്കാനാണ് മാഡം എനിക്ക് ഏറ്റവും ഇഷ്ടം. ആകാശ് തന്റെ അന്വേഷിച്ച് വീട്ടിലേക്ക് പോയിരിക്കാം. അയാളെ അവിടെ കാണാത്ത കാര്യം ചാരുവിനോട് വിളിച്ച് പറഞ്ഞിട്ടും ഉണ്ടാവും. ഇനി അവൻ വരാൻ പോകുന്നത് മണ്ഡപത്തിലേക്കാ. എന്നാ അവൻ ഇവിടെ എത്താൻ പാടില്ല. വരുന്ന വഴിക്ക് തന്നെ അവനെങ്ങ് പൊക്കിക്കോ. ഓക്കേ മാഡം. ബാബുക്കുട്ട, ആകാശിനെ കുറച്ച് കാണണ്ട, അവൻ ഡേഞ്ചറാ. എനിക്കറിയാം മാഡം. അവൻ നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. ഓക്കെ മാഡം. ഓക്കെ.
അമ്മ, എന്താടാ? അയാള് വന്നില്ലല്ലോ. ആകാശ് പോയിരിക്കല്ലേ, വരും. അയാളെന്തോ മനസ്സ് തീരുമാനിച്ച രാത്രി ഇങ്ങ് പോയത്. തുണിക്കച്ചവടക്കാരി പറഞ്ഞ് വിശ്വസിക്കണ്ട. അയാളെ വഴിമാറ്റി വിടുവോൾ. മേഡമാണെങ്കിൽ അയാൾ താലിയെടുത്ത് തന്നാലേ കെട്ടുന്നുള്ള വാശിയില്ല. എന്റെ തന്തേന്ന് പറയുന്നവൻ വന്നില്ലെങ്കിൽ കൊല്ലും ഞാൻ, ഉറപ്പാ. എടാ, നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. എല്ലാവരും നോക്കുന്നുണ്ട്, ചിരിക്കണം. എന്തോ അരവിന്ദ്, എന്തോ ടെൻഷൻ പോലെ. ഏയ് ഒന്നുമില്ല മാഡം. കുറച്ച് സമയത്തിനുള്ളിൽ മാഡത്തിനെ കഴുത്തി താലിയിട്ടാൻ പോവല്ലേ, അതിന്റെ ഒരു ഓക്കെ. ആ അല്ല അരവിന്ദ്, അങ്കിൾ എവിടെ? അച്ഛൻ വരും. ആകാശ് വിളിക്കാൻ പോയിട്ടുണ്ട്. ഉറപ്പായിട്ടും വരുമല്ലോ. വരും മാഡം. ഇപ്പൊ അമ്മ വിളിച്ചതേ ഉള്ളൂ, വന്നോണ്ടിരിക്കുക. എടാ ഫ്രോഡേ, ഇപ്പോഴേ നീ നുണ പറയാൻ തുടങ്ങിയല്ലേ? കല്യാണം കഴിയട്ടെ, ആദ്യത്തെ ട്രീറ്റ്മെന്റ് നിനക്ക് തന്നെ തരും. ചാരു, വിഷമിക്കല്ലേ ചാരു, വല്യച്ഛൻ വരും. ബാലമാമനെ തട്ടിക്കൊണ്ടുപോയത് ശ്രേയ, എനിക്ക് ഉറപ്പാ. വല്യച്ഛന്റെ കൈകൊണ്ട് താലിയെടുത്തു കൊടുത്താലേ കല്യാണം നടക്കൂ എന്ന വാശിയില്ലല്ലേ ശ്രേയ? പിന്നെ അവൾ എങ്ങനെയാ ചെയ്യാനാ? ശരിയാ മോളെ, ശ്രേയ പിന്നെ എന്തിന്? ഗോവിന്ദമാമ, കല്യാണം നടക്കാതിരിക്കാൻ നമ്മൾ തീരുമാനിച്ച പോലെ അവളുടെ മനസ്സിലും എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും. കല്യാണത്തിന് തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ. ഉറപ്പായിട്ടും ബാലമാമൻ ശ്രേയയുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാവും. മുഹൂർത്ത സമയത്ത് ബാലമാമനെ കൂട്ടിക്കൊണ്ടുവന്ന് ഏതെങ്കിലും രീതിയിൽ താലികെട്ട് നടത്താനായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ബാലമാമനെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തിയതാ നമുക്ക് പറ്റിയ തെറ്റ്. അപ്പോ അവര് ഈ കല്യാണം നടത്തി കാണിക്കും അല്ലേ ചേച്ചി?